ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ചോറുണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, മുരിങ്ങാക്കറി, പപ്പടം പൊരിച്ചതുണ്ട്, മുരിങ്ങയ്ക്ക കറിയുണ്ട്. മുരിങ്ങക്ക നമ്മളെ ഐറ്റംസ് ഉണ്ട്. ഇതാ ചിക്കൻ ഫ്രൈ, ഇങ്ങനെ രണ്ട് മുകളിലൂടെ നാരങ്ങ നീരോടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മീറ്റ് കഴിക്കുമ്പോൾ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കും. രണ്ട് മക്കളെ, അടിപൊളിയല്ലേ? പിന്നെ ഫ്രൂട്ട്സിൽ മാംഗോ ഉണ്ട്, പിന്നെ അതുപോലെ മാംഗോ ഉണ്ട്, പിന്നെ ഞാൻ പറഞ്ഞുതരാം, റോബസ്റ്റ് പഴമുണ്ട്, മുന്തിരി ഉണ്ട്, ആപ്പിളുണ്ട്, മാംഗോ ഞാൻ മാംഗോ എന്നാ പറയുക, കുറച്ച് ഇംഗ്ലീഷിലൊക്കെ ഞാൻ പറയുള്ളൂ. മാംഗോ ഉണ്ട്, ആപ്പിൾ ഇത് താഴെയുണ്ട്. അപ്പോൾ മക്കളെ, ഇത്രയും ഐറ്റംസുകളാണ് നമ്മൾ കഴിക്കാനുള്ള കേട്ടോ. എനിക്ക് റോബസ്റ്റ് പഴം നാരടങ്ങിയ പഴമാണ് കേട്ടോ. അത് നല്ല പ്രോട്ടീൻ കണ്ടൻറ്റും നല്ല ഇതൊക്കെ ഉള്ളതാണ്. അപ്പം എല്ലാവരും ഭക്ഷണം കഴിച്ചോ എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ മുരിങ്ങക്കറി ഒഴിച്ചിട്ട് ഭക്ഷണം കഴിക്കുക. പപ്പടം ഒന്നെടുത്തു, നമ്മളെ ചിക്കൻ ഫ്രൈ, കുറച്ച് ഉള്ളിയൊക്കെ ഭയങ്കര രസമാണ്. അതിൻ്റെ മുകളിൽ കൂടെ ചെറുനാരങ്ങ ഇങ്ങനെ അപ്ലൈ ചെയ്തെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ്. എപ്പോഴും മീറ്റ് കഴിക്കുമ്പോൾ ചെറുനാരങ്ങ മസ്റ്റാണ് കേട്ടോ. അത് ഒഴിച്ച് കൊടുത്തിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിച്ചാലോ? ഇതിൻ്റെ കൂടെ ഉള്ളി കടിക്കുമ്പോഴുള്ള ടേസ്റ്റ് എന്തായിരിക്കും? നല്ല അടിപൊളിയായിരിക്കും. സൂപ്പർ. ഒരുള്ളി വയ്ക്കാം. വലിയമ്മ മക്കളെ ചോറ് തിന്നാണ് കേട്ടോ. ചിക്കൻ തിന്ന് വലിയമ്മ. ഇവിടെ നോക്കിയിരുന്നു. എന്ത് എന്ത് നിങ്ങളല്ലേ എന്താ മക്കളെ? ഫ്രൂട്ട്സ് നല്ല റെഡ് കളറുണ്ട്. ബ്ലഡ് ഉണ്ടാവും ഈ മുന്തിരി വെച്ചാൽ. നമ്മൾ അച്ചാർ
അച്ചാറില്ലെങ്കിൽ ഇപ്പം എന്തല്ലേ ഈ പൊളിയല്ലേ മക്കളെ. മുരിങ്ങാക്കറിയും. എനിക്ക് രക്തം കുറവാണ് എൻ്റെ പൊന്നു മക്കളെ, തടി തന്നെ ഉള്ളൂ കേട്ടോ. രക്തം നീരൊന്നുമില്ല മനസ്സിന്. എൻ്റെ ശരീരത്തിൽ മൊത്തം വെള്ളമാണ്. മുരിങ്ങക്ക ധാരാളം കഴിച്ചാലും രക്തമൊക്കെ ഉണ്ടാവും. പപ്പടം കണ്ട് കൂട്ടി കുഴച്ചാലുണ്ടല്ലോ നല്ല കോമ്പറ്റീഷനല്ലേ മക്കളെ. പപ്പടം മുരിങ്ങയിലയോ. നമ്മളെ അയൽവാസി താത്താടെ മുരിങ്ങയാണ് നമ്മുടെ ഫ്രണ്ടിൽ. ഇവിടെ ദസയിലൊക്കെ ചുമരും മേടിക്കണം. ഞങ്ങളെ വീടാട്ടോ. അപ്പോൾ ലൈക്കർ കൊടുക്കുക, സബ്സ്ക്രൈബർ കൊടുക്കുക, കമൻ്റ് കൊടുക്കുക. ബെല്ലൈക്കനെ എനേബിൾ ചെയ്യാം. നമ്മൾ റോബസ്റ്റ് പഴം കഴിക്കുക കേട്ടോ മക്കളെ. എന്താ പരിപാടി ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്തിനാ? അവിടെ പോയിട്ട് കൈ ശരിക്കും കഴിക്കാൻ പോരെ. റോബസ്റ്റ് പഴം കഴിക്കുക മക്കളെ. സൂപ്പർ. നാരടങ്ങിയതാണ് റോബസ്റ്റ് പഴം. ആ പ്രോട്ടീൻ കണ്ടിട്ടുണ്ട്. ലുബിനാട് പണിത് പറ്റൂല. ഇതല്ലേ പറ്റുള്ളൂ ലുബിനാട് പണിന്. ഞാവൽപ്പഴം പോലത്തെ മുന്തിരി. നല്ല മധുരമുണ്ട്. നല്ല ബ്ലഡ് ഉണ്ടാവും ഈ മുന്തിരി കഴിച്ചാൽ. നല്ല മധുരമുണ്ടാവും. കഴുക് എന്തൊക്കെ ഈ വല്യമ്മ കാട്ടണത്. ഞാൻ മക്കളെ മുന്തിരി, അത് റെഡ് കളർ മുന്തിരി, നല്ല ബ്ലഡ് ഉണ്ടാവും. ബ്ലഡ് വളരെ കുറവാണ്. നല്ല കഴുകി വൃത്തിയാക്കണം. വിനിഗറിലൊക്കെ ഇടണം. വിഷാംശങ്ങളൊന്നുമില്ലാതെ നല്ല കഴുകി കുറേ വട്ടം കഴുകിയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടിയിലിട്ടിട്ട് കുറേ നേരം വയ്ക്കുക. അല്ലെങ്കിൽ കുറച്ച് വിനിഗറിൽ വയ്ക്കുക. ഇട്ട് വെക്കുക. സൂപ്പർ. അതല്ലേ പക്ഷേ വല്യമ്മ തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ ഇറക്കുക. ഇതെൻ്റെ കൈ തോട്ടത്തിൽ നിന്ന് ഇറക്കുക. മുന്തിരി തോട്ടത്തിൽ
വല്യമ്മ വന്നപ്പോ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് മുന്തിരി പറിച്ചല്ലോ. പറിച്ചൂടി പറിച്ചൂടി മുന്തിരി ആടുന്നുണ്ട്, കാറ്റിൻ മുന്തിരി ആടുന്നുണ്ട്. പറക്കുടി. മുന്തിരി തോട്ടത്തുനിന്ന് മുന്തിരി പറിക്കട്ടെ, മുന്തിരി തോട്ടത്തുനിന്ന് മുന്തിരി പറിക്കുന്നു. വല്യമ്മ വല്ലില്ലാതെ തൊണ്ണി മാമ 2 പല്ലുണ്ട്. അടിക്കടി പല്ല് സെറ്റിലൊക്കെ പറഞ്ഞ കേൾക്കില്ല. അള്ള തന്ന പല്ലിൻ്റെ അത്ര ആവില്ലല്ലോ ഒരു പല്ലും. അത് സത്യമാണല്ലോ മക്കളെ, വാസ്തവല്ലേ. മുന്തിരി തോട്ടത്തുനിന്ന് മുന്തിരി തിന്നട്ടെ, വല്യമ്മ മുന്തിരി ഇറക്കാൻ വന്നല്ലോ. ഇറക്കൂട് വല്യമ്മ പൊട്ടിക്കുക. എന്നാൽ മുന്തിരി തോട്ടം ഇങ്ങനെ കടന്ന് ആടുന്നത്. മുന്തിരി തോട്ടത്തുനിന്ന് മുന്തിരി പറിക്കാൻ വന്നിട്ട് തൊള്ളേനെ വെച്ചിങ്ങനെ കടിക്കുക. മുന്തിരി തോട്ടത്തിൽ ആടണു, കാറ്റിനിങ്ങനെ ആടുക. കാറ്റേ നീ വീശരുതേ, കാറേ നീ പെയ്യരുതേ, ആരോമൽ തോടിയിലെൻ്റെ ജീവൻ്റെ ജീവനാണ്. അവിടുത്തെ മുന്തിരി ഇതെങ്ങനെ വീണു. അതാ മുന്തിരി തോട്ടത്തേക്ക് വീണു, തോട്ടത്തിൻ്റെ തറയ്ക്ക് വീണ് കഴിഞ്ഞു. എല്ലാ മുന്തിരി മുത്തുമണി നിനക്ക് നോവിയോ? ഇല്ലല്ലേ, വാവോ വാവോ. ഇന്ന് കമ്മിട്ടൊരു വല്ല വട്ടാണോ? അതൊരു ചില രസമല്ലേ. അല്ലെങ്കിൽ ഇപ്പം ഇല്ലെങ്കിലും വട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ. മുന്തിരി ഉണക്കാൻ കൊണ്ടുപോയത് 1 കിലോ മുന്തിരി ഉണക്കിയിട്ട് 10 അത് ആള് പൊഴുങ്ങിയിട്ട് ഉണക്കേ. ഒന്നിക്കോ മുന്തിരി തോട്ടത്തിൽ മുന്തിരി പറിച്ച് കഴിക്കാതെ രസമല്ലേ. നമുക്ക് മുന്തിരി തോട്ടത്തേക്ക് വേണം. എന്നിട്ട് അതിൻ്റെ ഉള്ളത് മുന്തിരി കണ്ടോ. എന്തൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളി. ഒന്നും പറയാനത്ര. അസ്സലാമു അലൈക്കും, ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്, ബൈ.